അരുൺ മറുപടി പറയാം. പോലീസിന് ഒരു 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 മെല്ലെപ്പോക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പരാതി നൽകിയ യൂത്ത് ലീഗിന്റെ അനുഭവം. അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിൽ കണ്ട കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. എന്താണ് അരുണ് പറയാനുള്ളത്? ഇവിടെ കേരളത്തിൻ്റെ പോലീസ് എത്ര ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചാലും, കോടതിയിൽ പ്രോസിക്യൂഷൻ എത്ര ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളൊരു സാമാന്യമായിട്ടുള്ള മര്യാദ UDF BJP ഒന്നും കാണിക്കാറില്ല ഒരു ഘട്ടത്തിൽ പോലും. ഇതേ PC ജോർജിനെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതും ഹാജരാക്കിയപ്പം മജിസ്ട്രേറ്റ് പ്രോസിക്യൂഷൻ കേസൊക്കെ കേട്ടതിന് ശേഷം ജാമ്യം കൊടുത്ത നിരവധി സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് എല്ലാ സീമകളും ലംഘിച്ച് നടത്തിയ പ്രസ്താവന, അതിൽ പരാതി കിട്ടുന്നു. പരാതി കിട്ടുമ്പോൾ പോലീസിന് കേസെടുക്കേണ്ടതിൻ്റെതായിട്ടുള്ള ഒരു പ്രാഥമിക പരിശോധന നടത്തണം. കാരണം ആ ചാനൽ ചർച്ചയുടെ യഥാർത്ഥത്തിലുള്ള കോപ്പി എടുക്കണം, അത് ഒറിജിനലാണോ എന്ന് നോക്കണം, പരിശോധിക്കണം. മറ്റു തരത്തിൽ പെട്ടെന്ന് തന്നെ കേസെടുക്കുന്നു. പിന്നീട് സെഷൻസ് കോടതിയിൽ പോകുന്നു ജാമ്യാപേക്ഷയുമായി. സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ അതിശക്തമായി തന്നെ ഈ PC ജോർജിൻ്റെ അഭിഭാഷകന്റെ വാദത്തെ തള്ളിക്കളയുന്ന തരത്തിൽ അല്ലെങ്കിൽ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. എല്ലാ തെളിവും ഹാജരാക്കുന്നു. സെഷൻസ് കോടതി ആ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം ഹൈക്കോടതിയിൽ വരുന്നു. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. അവിടെ വരുമ്പോഴും പ്രോസിക്യൂഷൻ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഇതിനു മുമ്പ് അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രകടനങ്ങളുടെ മുഴുവൻ കോപ്പികൾ ഹാജരാക്കുന്നു, FIRകൾ ഹാജരാക്കുന്നു. അത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞ ഇത്തരം കേസുകൾ ഇനി ഒരിക്കലും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന ഓർഡർ ഹാജരാക്കുന്നു. അതിൽ തന്നെ BA 4094/2022 ആ കേസിലും നോട്ട് ടു മേക്ക് എനി സ്പീച്ച് ഓർ സ്റ്റേറ്റ്മെന്റ് വിച്ച് വുഡ് ടെൻഡ് ടു റിസൾട്ട് ഇൻ കമ്മീഷൻ ഓഫ് ഒഫൻസ് അണ്ടർ ദി സെക്ഷൻ 153A 294A ഓഫ് IPC, അന്ന് IPC ഒഫൻസ് ആണ്. 2022 ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയ കേസിൽ, മതവിദ്വേഷം നടത്തിയ കേസിൽ ജാമ്യം കൊടുക്കുമ്പോൾ ഇതേ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2022 തന്നെ മറ്റൊരു കേസിൽ ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ 3971/2022 ഒരിക്കലും ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് പറയുന്നു. അതുപോലെ തന്നെ കന്യാസ്ത്രീ അധിക്ഷേപിച്ച കേസ്, ഹോട്ടൽ റൂമിൽ ആഹാരം എത്തിക്കാൻ വൈകിയതിന് അധിക്ഷേപിക്കുകയും ജീവനക്കാരനെ അടിക്കുകയും ചെയ്ത കേസ്, അങ്ങനെ നിരവധി കേസുകളുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളുടെ വിധിന്യായങ്ങളിലെല്ലാം സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ കോട്ടിംഗ് ആർഡുകൾ അടക്കം, ജഡ്ജ്മെന്റുകൾ അടക്കം ഹാജരാക്കി അതിശക്തമായിട്ട് എതിർക്കുന്നു. ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരസിച്ചു. അരുൺ, കാരണം PC ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കോട്ടയം സെഷൻസ് കോടതി തള്ളിയത് ഫെബ്രുവരി 6-നാണ്. അതിനുശേഷം ശരി അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി. അവിടെ നിന്ന് തള്ളിയിട്ട് ഇപ്പം എത്ര ദിവസമായി? എന്താണ് ഇന്ന്? ഇല്ല അല്ല, അവിടെ നിന്ന് തള്ളിയിട്ട് എന്താ, തള്ളിയതിന് ശേഷം ശനി ഞായറാണ്. കൃത്യം പറഞ്ഞാൽ 21-ാം തീയതിയാണ് തള്ളിയത്. 22-ഉം 23-ഉം ശനി ഞായറാണല്ലോ. അത് ശനി ഞായർ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ആ സമയത്ത് അദ്ദേഹം അവൈലബിൾ അല്ല. പോലീസ് കൃത്യമായിട്ട് അല്ല, ശനി ഞായർ കേരള പോലീസിന് അവധി, ഒരു തടസ്സമില്ല. ഞാൻ പറഞ്ഞ ഒരു തടസ്സമില്ല, അയാൾ അവൈലബിൾ അല്ല. അല്ല തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറയാം, ശനി ഞായറും ഇന്നലെ തിങ്കളും കൃത്യമായി തന്നെ. അല്ല, പോലീസ് എവിടെയൊക്കെ പോയി എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. PC ജോർജിനായി പോലീസ് എപ്പോഴാണ് തിരച്ചിൽ തുടങ്ങിയത്? അല്ല, അതൊക്കെ പോലീസ് പറയേണ്ട കാര്യമാണ്. അതാണ് പറയുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അതിശക്തമായ പ്രതികരണം, ആ പ്രതികരണത്തിന്റെ ഒരു ചൂട് പോലീസിനുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള ഒരു നീക്കത്തിലും. അതെന്തുകൊണ്ടാണ്? അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതിനെ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് PV അൻവറിന്റെ കാര്യത്തിൽ കണ്ട വേഗം, എന്തുകൊണ്ട് ചെമ്മണ്ണൂറിന്റെ കാര്യത്തിൽ, ബോബി ചെമ്മണ്ണൂറിന്റെ കാര്യത്തിൽ കണ്ട വേഗം, ആ ഒരു വേഗം PC ജോർജിന്റെ കാര്യത്തിൽ ഇപ്പോഴില്ല എന്നുള്ള ചോദ്യം. നിങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാഥയായി കൊണ്ടുപോയതാണല്ലോ നേരത്തെ. അല്ല, ഇതൊക്കെ ഞാൻ ആദ്യം ഇവിടെ മറ്റ് ഒരാളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വേഗത ഇല്ല എന്നൊക്കെ എത്ര ആരോപണം ഉന്നയിച്ചാലും ഇതേ PC ജോർജിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും, എൻ്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ഞാൻ ആദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെടിവെച്ചു കൊല്ലുമെന്ന് ഇതേ PC ജോർജിന്റെ ഭാര്യ പറഞ്ഞതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഹൈക്കോടതിയുടെ വിധി ശൂന്യാകാശത്തുനിന്ന് വരുന്നതല്ല. ഞാൻ പറഞ്ഞു കേട്ടെ ഹൈക്കോടതിയുടെ വിധി ശൂന്യാകാശത്തുനിന്ന് വരുന്നതല്ല. ഇവിടെ പോലീസ് നടത്തിയ
പോലീസ് നടത്തിയ അന്വേഷണവും പ്രോസിക്യൂഷൻ നടത്തിയ ശക്തമായിട്ടുള്ള ഇടപെടലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി പറയുന്നത്. അല്ലാതെ ഹൈക്കോടതി ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് എടുക്കുന്ന വിധിയല്ലല്ലോ. അതിശക്തമായിട്ടുള്ള നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചുകൊണ്ടും ഇത്തരത്തിൽ സമാനമായി മുമ്പ് നടത്തിയ പരാമർശങ്ങൾ അടക്കം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ സാഹചര്യം. അഡ്വക്കേറ്റ് അരുൺ, ഞാൻ ചോദിക്കുന്നത്, ഇത് യൂത്ത് കോൺഗ്രസ് പരാതി നൽകുന്നു. പരാതി നൽകിയ ശേഷം 5 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് കേസെടുക്കുന്നത്. ഈരാറ്റുപേട്ട പോലീസ് യൂത്ത് ലീഗ് പരാതി നൽകുമ്പോൾ അതിൽ കേസെടുക്കാൻ വൈമുഖ്യം കാട്ടി എന്നടക്കമുള്ള കാര്യങ്ങളാണ് നവാസ് പറയുന്നത്. അതിന് മറുപടി ഉണ്ടോ? പോലീസിന് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പോലീസ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പിന്നാക്കം പോകുന്നത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്, നേരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ചരിത്രമുണ്ട്. അന്ന് അദ്ദേഹം ജനപക്ഷത്താണ്, ഇന്ന് അദ്ദേഹം BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത്. അതിന് മറുപടി ഉണ്ടോ? BJP ആകുമ്പോൾ കൈവറയ്ക്കുന്നുണ്ടോ പോലീസിന്? അല്ല, യൂത്ത് ലീഗിന് അതൊന്നുമല്ല. യൂത്ത് ലീഗിന് അങ്ങനെ പലതും പറയാം. ഈ സാഹചര്യം മനസ്സിലാക്കണ്ടേ? ഇതൊരു പൊതുയോഗത്തിൽ വെച്ച് നടത്തിയ പ്രസംഗം അല്ല. ഞാൻ പറയട്ടെ, ഒരു പൊതുയോഗത്തിലോ മറ്റേതെങ്കിലും ഉള്ള പരാമർശം അല്ലല്ലോ. ഇതൊരു ചാനൽ ചർച്ചയിൽ വെച്ച് നടന്ന പരാമർശമാണ്. അത് മതവിദ്വേഷം ഉണ്ടാകുന്നതോ രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമോ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമായാലും അതിന് അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. എനിക്കൊരു ചാനൽ ചർച്ചയിൽ അപകീർത്തികരമായിട്ടുള്ള പരാമർശം ആങ്കറുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയിട്ട് ഞാൻ കോടതി കയറി നടന്ന 1 വർഷം തികഞ്ഞ ദിവസമാണ് കോടതി അത് കേസെടുക്കാൻ പറഞ്ഞത്. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചാനലിന്റെ വീഡിയോ ദൃശ്യങ്ങളും അത് ആ ചർച്ച കണ്ട ആളുകളെ വിളിച്ച് എക്സാമിൻ നടത്തി എത്രയോ സാക്ഷികളെ വിസ്തരിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് പറഞ്ഞത് ഇപ്പോഴല്ലേ? ഈ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളാനുണ്ടായ കാരണം പോലീസ് അതിശക്തമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെന്നും തെളിവുകൾ ശേഖരിച്ചുവെന്നും ആ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയെന്നും പ്രോസിക്യൂട്ടർ അതിശക്തമായി വാദം പറഞ്ഞതുകൊണ്ട് സെഷൻസ് കോടതി തള്ളി. അത് ഹൈക്കോടതിയിൽ വന്നപ്പോഴും ഇതേ രൂപത്തിൽ തന്നെ പ്രോസിക്യൂഷൻ അതിശക്തമായി മുൻപ്, അതായത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കൊടുത്ത ജാമ്യം, അതുപോലെ തന്നെ അതിനുശേഷം അവിടുത്തെ സെഷൻസ് കോടതി കൊടുത്ത ജാമ്യം, അതിന് സമാനമായിട്ടുള്ള മുഴുവൻ കേസുകൾ, ഇവയെല്ലാം ഹൈക്കോടതി പരിശോധിക്കുന്ന സാഹചര്യം പ്രോസിക്യൂഷൻ ഹാജരാക്കുമ്പോഴല്ലേ ഉള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.